ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇതൊരു ദഹ്വയുടെ ഒരു DVR ആണ്. അപ്പോൾ ഈ ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തെല്ലാം കോമ്പോണൻസ് ഉണ്ട്, അതെങ്ങനെയാണ് അസംബിൾ ചെയ്യണതെന്നെല്ലാം ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ദഹ്വ ബ്രാൻഡിൻ്റെ ഒരു HDCVI സീരീസിലുള്ള ഒരു DVR ആണ്. ഇതൊരു 4 ചാനൽ DVR ആണ്. ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കോയാക്സിൽ ആഡിയോ ട്രാൻസ്മിഷൻ ഓവർ കോയാക്സിയൽ കേബിൾ വഴി നമുക്ക് ആഡിയോ സപ്പോർട്ട് ആവുന്ന ഇട്ടിട്ടുണ്ട്. ഹൈ ഡെഫിനിഷൻ ഇമേജ് എന്ന് ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. 2-way ടാൽക്കിൻ്റെ ഒരു ഓപ്ഷൻ സപ്പോർട്ടബിൾ ആണ്. റിയൽ ടൈം ടെക്നോളജി, സീറോ ലാറ്റൻസി ട്രാൻസ്മിഷൻ ടെക്നോളജിയും എനേബിൾഡ് ആണ്. പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസാണിത്. മൊബൈൽ ആപ്പ് മോണിറ്റർ ചെയ്യാനുള്ള മൊബൈൽ ആപ്പും ഈ DVRൻ്റെ പ്രീലോഡായിട്ടുണ്ട്. അപ്പം ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു DVR ആണ് ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബ്ലാക്ക് കളർ ബോക്സ് ആണ് DVR. അതിൻ്റെ കൂടെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ഒരു കിറ്റും കൂടെ കമ്പനിക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലെന്തെല്ലാം കോമ്പൗണ്ട്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു ഡാറ്റ കേബിള് ഈ ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട്, ഹാർഡ് ഡിസ്കിന് വേണ്ടിയാണ്. അടുത്ത് ഒരു സാറ്റയുടെ പവർ കേബിളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഇതും ഹാർഡ് ഡിസ്കിൻ്റെ യൂസിന് വേണ്ടിയാണ്. പിന്നെ DVR യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു മൗസും ഈ ബോക്സിനകത്തുണ്ട്. അടുത്തതായി DVRൻ്റെ പവർ അഡാപ്റ്ററും ഈ ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ കാണുന്ന ഈ ബോക്സാണ് നമ്മളുടെ DVR ബോക്സ്. ഞാൻ ഈ കവറ് മാറ്റിയിട്ട് DVRനെ മാത്രമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു യൂണിറ്റാണ് DVR എന്ന് പറയുന്നത്, ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. ഈ ഒരു കോമ്പോണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CCTV ക്യാമറ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CCTV നമ്മൾ പുറത്തും അകത്തും വയ്ക്കുന്ന ക്യാമറകൾ ലിങ്ക് ആകുന്നത് ഈ ഡിവൈസിലാണ്. ഈ ഡിവൈസിൽ നിന്ന് നമ്മൾ ഔട്ട് TVയിലോ മോണിറ്ററോ കൊടുക്കും. ആ സമയത്ത് മാത്രമേ നമ്മൾ പുറത്തൊക്കെ വച്ചിരിക്കുന്ന ക്യാമറയുടെ വ്യൂവും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. DVR ഇല്ലെങ്കിൽ ഒരു CCTV ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റുന്നതല്ല. ഫ്രണ്ട്സ്, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ DVRൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ്, പോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പോർട്ടുകൾ എന്തിനൊക്കെ വേണ്ടിയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റിൽ കാണുന്ന ഈ പോർട്ടാണ് DVRൻ്റെ പവർ അഡാപ്റ്റർ കൊടുക്കാനുള്ള പോർട്ട്. തന്നെ DVR ഓൺ ആവുന്നതിന് വേണ്ടി പവർ സപ്ലൈ കൊടുക്കുന്ന പോർട്ടാണ് ഇത്. സെക്കൻഡ്, നിങ്ങൾ ഈ കാണുന്ന ഈ പോർട്ടാണ് LAN പോർട്ട്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്യാമറ നെറ്റ്വർക്ക് വഴി നിങ്ങളുടെ മൊബൈലിൽ വ്യൂ ആവാൻ വേണ്ടി ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു പോർട്ടാണ് ഈ LAN പോർട്ട്. നിങ്ങൾ ഈ കാണുന്ന രണ്ടെണ്ണമാണ് USB പോർട്ട്. ഇതിൽ നിങ്ങൾക്ക് മൗസ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇൻറ്റേർണലായിട്ടുള്ള എക്സ്റ്റേണൽ സ്റ്റോറേജ് എന്തെങ്കിലും, ഇപ്പോൾ പെൻ ഡ്രൈവ് വെച്ച് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്ലോട്ടാണ് ഈ USB സ്ലോട്ട്. ഇതിൽ മൗസും കൊടുക്കാം, നിങ്ങൾക്ക് സ്റ്റോറേജും ആഡ് ചെയ്യും. നെക്സ്റ്റ് നിങ്ങൾ കാണുന്ന ഈ സ്ലോട്ടാണ് HDMI പോർട്ട് എന്ന്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ LED TV, LED മോണിറ്ററൊക്കെ ഉണ്ടെങ്കിൽ HDMI പോർട്ട് അതിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ HDMI കേബിൾ ഈ പോർട്ടിൽ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ HD വ്യൂവിൽ നിങ്ങൾക്ക് ക്യാമറ TVയിൽ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഒരു ബ്ലൂ കളർ കണക്ടറാണ് VGA കേബിൾ എന്ന് പറയും. VGA കേബിളിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ, പഴയ VGA മോണിറ്ററൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 റെഡ് കളർ പോർട്ടുണ്ട്. ഇത് വന്ന ആഡിയോ പോർട്ട് എന്ന് പറയും. ഒരു പോർട്ട് ആഡിയോ ഇന്നും ഒരു പോർട്ട് ആഡിയോ ഔട്ടും. ക്യാമറയുടെ അടുത്തായിട്ട് നമ്മൾ മൈക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ഇൻ ആ കേബിൾ വന്ന് ഈ പോർട്ടിലും ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് സ്പീക്കറിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയുടെ അടുത്തുള്ള മൈക്കിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും.
നിങ്ങൾ ഈ കാണുന്ന ഈ 4 പോർട്ടാണ് BNC പോർട്ട് എന്ന് പറയും. നമ്മൾ ക്യാമറയുടെ BNC കേബിൾ വന്ന് കണക്ട് ചെയ്യുന്ന വീഡിയോ പോർട്ടാണ് ഈ 4. ഈ DVR 4 ചാനൽ DVR ആണ്. 4 ചാനൽ എന്ന് പറഞ്ഞാൽ 4 ക്യാമറകൾ മാത്രമേ ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ അടുത്ത് 8 ചാനലുണ്ട്, 16 ചാനലുണ്ട്, 32 ചാനലുണ്ട്. നമ്മുടെ യൂസിനനുസരിച്ച് DVR നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നത്. ഇവിടെ കാണുന്ന ഈ 4 സ്ക്രൂകൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ DVR ഓപ്പൺ ആകും. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു 2 സ്ക്രൂ ഉണ്ട്. ഈ 4 സ്ക്രൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ DVRനെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ആ കേസ് വന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. DVRൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലെ ഇത്രയും ഒരു ചെറിയൊരു ബോർഡ്, മദർ ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരു കോമ്പോണൻസും ഇല്ല. ഈ മദർ ബോർഡിൽ എന്തെങ്കിലും ഫോൾട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് DVR വർക്കാവില്ല, ക്യാമറയുടെ വ്യൂവും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 പോർട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഹാർഡ് ഡിസ്കിൻ്റെ പവർ കേബിളും ഹാർഡ് ഡിസ്കിൻ്റെ ഡാറ്റ കേബിളും കൊടുക്കാനുള്ള സ്ലോട്ടാണ് ഇവിടെ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റോറേജിന് വേണ്ട ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്പേസ്. ഈ ഒരു ഭാഗമാണ്. ഹാർഡ് ഡിസ്കിൽ നിന്ന് കണക്ഷൻ കേബിൾ എടുത്ത് നമ്മൾ ആദ്യം അൺബോക്സിങ് ചെയ്തപ്പോൾ ഒരു പവർ കേബിൾ, ഒരു SATA കേബിൾ നിങ്ങൾ കണ്ടിരിക്കും. ആ 2 കേബിളാണ് ഇവിടെ കണക്ഷൻ കൊടുത്തിട്ട് ഹാർഡ് ഡിസ്കിലോട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു 3 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ചിട്ടുണ്ട്. ഇത് ഡേറ്റും ടൈമും കറക്റ്റായി സെറ്റാവാൻ വേണ്ടിയാണ് ഈ ബാറ്ററി യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രോഗ്രാം IC. ഇതിലാണ് ഈ 3 കോമ്പോണൻസിലാണ് DVRൻ്റെ എല്ലാ സോഫ്റ്റ്വെയറും പ്രോഗ്രാമിംഗ് എല്ലാം ആഡായിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ കണ്ട ആ പുറകിൽ വശത്ത് കാണുന്ന എല്ലാ പോർട്ടുകളും തമ്മിൽ ബന്ധിക്കുന്നതാണ് ഈ മദർ ബോർഡിലാണ്. ഈ മദർ ബോർഡിൽ എന്ത് ഫോൾട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോർഡ് സർവീസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ തിരിച്ച് DVR വർക്കാവുള്ളൂ. എന്തെങ്കിലും ബോർഡ് ബേൺ ആയി കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ പുതിയൊരു യൂണിറ്റ് വാങ്ങിക്കാതെ വേറെ വഴിയില്ല. ഓക്കെ, ഇത്രയാണ് ഒരു DVRൻ്റെ ഉൾവശത്ത് എന്തൊക്കെ കോമ്പോണൻസ് വരുമെന്ന് ഉള്ളത്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ DVRൽ എങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ കാണുന്നതാണ് ഹാർഡ് ഡിസ്ക്. ഇത് നോർമൽ ഡെസ്ക്ടോപ്പ് PCയുടെ ഒരു ഹാർഡ് ഡിസ്ക്കാണ്. ഇപ്പോൾ DVRൽ യൂസ് ചെയ്യാൻ AV ആഡിയോ വീഡിയോ സപ്പോർട്ടുള്ള ഹാർഡ് ഡിസ്ക്കാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. അതാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു ഡെമോയ്ക്ക് വേണ്ടിയാണ് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹാർഡ് ഡിസ്ക് നമ്മൾ ഈ 4 സ്ക്രൂവിലും സ്ക്രൂ ചെയ്ത് വയ്ക്കുക. ഇതാണ് ഹാർഡ് ഡിസ്കിൻ്റെ പ്ലേസ്. ഇവിടെയാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് വയ്ക്കുന്നത്. വച്ചതിന് ശേഷമാണ് നമ്മൾ ഈ 2 കേബിൾ കണക്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ അതെങ്ങനെ കൊടുത്തതെന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ഹാർഡ് ഡിസ്ക് മൗണ്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഹാർഡ് ഡിസ്ക് ഞാനിപ്പോൾ സ്ക്രൂ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഹാർഡ് ഡിസ്ക് ഇവിടെ പുറകുവശത്തായിട്ട് 4 സ്ക്രൂ ചെയ്യുക. ചെയ്തതിന് ശേഷം SATAയുടെ ഡാറ്റ കേബിൾ ഒരു കണക്ഷൻ ബോർഡിലും ഒരു കണക്ഷൻ ഹാർഡ് ഡിസ്കിൻ്റെ പുറകിലും, പവർ കേബിൾ ഒരു കണക്ഷൻ ബോർഡിലും ഒരു കണക്ഷൻ ഹാർഡ് ഡിസ്കിൻ്റെ പുറകിലും. ഇത്രയും നിങ്ങൾ കേബിൾ കറക്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് DVRൽ സക്സസ്ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെറ്റൽ കേസ് വെച്ച് ലോക്ക് ചെയ്ത് 4 സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റലേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഹാർഡ് ഡിസ്ക് ഒരു DVRനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ ഹാർഡ് ഡിസ്ക് വയ്ക്കേണ്ട ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ റെക്കോർഡായിരിക്കുന്നത് ഈ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ CCTV ക്യാമറയിലുള്ള വീഡിയോസ് വന്ന് റെക്കോർഡായിരിക്കുകയുള്ളൂ. ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആയാലോ ഹാർഡ് ഡിസ്ക് ഇല്ലെങ്കിലോ നിങ്ങൾക്ക് വീഡിയോ വന്ന് പ്രോപ്പറായിട്ട് റെക്കോർഡാകില്ല. പക്ഷേ ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇന്നലെ ഉള്ള വീഡിയോ റെക്കോർഡ് ചെയ്തത് ഇന്ന് കാണണമെങ്കിൽ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ എന്താണ് DVR, എന്തിനാണ് ഈ DVR ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.